ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ശുക്രന്റെ രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. 1201 ചിങ്ങമാസം 4-ാം തീയതി 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി പുലർച്ചെ 1:20 ഇപ്പോൾ മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ കർക്കടക രാശിയിലേക്ക് മാറുകയാണ്. കർക്കടക രാശിയിലേക്ക് മാറുമ്പോൾ മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാവും നോക്കുക. മേടക്കൂറുകാർക്കാണെങ്കിൽ ഇപ്പോൾ 3-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സുഖസംബന്ധമായിട്ടുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടും എന്നുള്ളതും യോഗം, വാഹനയോഗം, ഭൂമിയോഗം, വസ്ത്രയോഗം, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗം, സുഗന്ധദ്രവ്യങ്ങളുടെ യോഗം, കലാവാസനയുടെ യോഗം, സിനിമാ മേഖലയുള്ളവർക്കുള്ള യോഗം, സിനിമാ പ്രവർത്തകർക്കുള്ള യോഗം എന്നിവയെല്ലാം മേടക്കൂറുകാർക്ക് വളരെ തീർച്ചയായിട്ടും ഈ യോഗങ്ങൾ 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതേ സമയത്ത് ഇടവക്കൂറുകാർക്കാണെങ്കിൽ, ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്കാണെങ്കിൽ 3-ാം ഭാവത്തിൽ, ഇതുവരെ 2-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ 3-ാം ഭാവമായിട്ടുള്ള സഹായ സ്ഥാനമായിട്ടുള്ള സ്ഥാനത്തേക്ക് വരുമ്പോൾ സഹായഹസ്തങ്ങൾ കൂടും. സഹോദരി സഹോദര ബന്ധങ്ങൾ മൂലം സഹായങ്ങൾ ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്പുകൾ മൂലം സഹായങ്ങൾ ഉണ്ടാവും. കലാവാസന ഉണ്ടാവും. കലാവാസനയോടുകൂടിയുള്ള പ്രവൃത്തികൾ ചെയ്യും. സിനിമാ മേഖലയുള്ളവർക്ക് ഉത്തമപരമായിട്ടുള്ള സമയമാണ്. അതുപോലെ കായിക മേഖലയിൽ, സംഗീതം അങ്ങനെയുള്ള മേഖലകളിൽ, നൃത്തം അങ്ങനെയുള്ള മേഖലയിൽ തിളങ്ങുന്നവർക്ക് നല്ല ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം. ധനലാഭ യോഗത്തിനും കുടുംബത്തിലെ ഐശ്വര്യാഭിവൃദ്ധി വർദ്ധിക്കാനും വസ്ത്രയോഗത്തിനും വാഹനയോഗത്തിനും നല്ല മേൽക്കോയ്മ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സുഖാനുഭവങ്ങൾ നല്ലപോലെ സൂഹിക്കാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധം വളരെ തൃപ്തികരമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ നല്ല അനുകൂലപരമായിട്ടുണ്ടാകും. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം പൂവണിയുവാനും സാഫല്യീകരിക്കുവാനുള്ള സമയമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എൻഗേജ്മെന്റുകളെല്ലാം നടക്കുവാനുള്ള സാധ്യതയും ഇടവക്കൂറുകാർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ ഈ ശുക്രന്റെ രാശി മാറ്റത്തോടുകൂടി കാണുന്നുണ്ട്. അതേ സമയത്ത് മിഥുനക്കൂറുകാർക്കാണെങ്കിൽ ഇതുവരെ ജന്മത്തിൽ, അതായത് ഈ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ നല്ലതല്ലായിരുന്നു. അവിടെ നിന്ന് സ്ഥലം മാറി ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് ധനലാഭയോഗം, വാഹനയോഗം, കുടുംബസൗഖ്യം, ഐശ്വര്യം, അഭിവൃദ്ധി, വാഹനയോഗം, വാഹന സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരയ്ക്കുള്ള, വലിയ വാഹനം പറഞ്ഞാൽ വിമാനം, ട്രെയിന്, അതുപോലെ കപ്പൽ എല്ലാം വിടും. എല്ലാ വാഹനവും വിടും. അങ്ങനെയുള്ള വാഹന വർക്ക് ചെയ്യുന്നവർക്ക്, വാഹന ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഉത്തമപരമായിട്ടുള്ള ഒരു സമയമാണ് മിഥുനക്കൂറുകാർക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. സുഗന്ധ ദ്രവ്യങ്ങളുടെ വസ്തുക്കളുടെ ലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. ദാമ്പത്യ ഭദ്രത ഉണ്ടാവും. ദാമ്പത്യ ഐക്യത ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യത ഉണ്ടാവും. അതുപോലെ പ്രണയിക്കുന്നവർക്കെല്ലാം നല്ല നല്ല വാക്കുകൾ കേൾക്കുവാനും നല്ല നല്ല സുഖാനുഭവങ്ങൾ നൽകുവാനും ഉള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ മിഥുനക്കൂറുകാർക്കും വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ്. കർക്കിടകക്കൂറുകാർക്കാണെങ്കിൽ ജന്മത്തിലാണ് കർക്കിടകക്കൂറുകാർക്ക് ശുക്രൻ വരുന്നത് അത്ര ഗുണകരമല്ല എന്ന് പറയാം. അതിന് കാരണം കൊണ്ട് തന്നെ കർക്കിടക രാശിക്കാർക്ക് മാത്രം വെള്ളിയാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ കാലത്ത് ചെയ്യുന്നതും, ഭഗവതിക്ക് വെളുത്ത ഡിസൈനുള്ള പട്ട് ചാർത്തുന്നതും, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ ഉത്തമപരമായിട്ടുള്ളൊരു കാര്യമാണ്. കർക്കിടകക്കൂറുകാർക്ക് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഈ ശുക്രന്റെ രാശി മാറ്റം ആഗസ്റ്റ് 21 തൊട്ടിട്ട് സെപ്റ്റംബർ 14 വരെയ്ക്കുമുണ്ട്. ഏകദേശം 25 ദിവസമാണ്. അതായത് ചിങ്ങം 4-ന് മാറുന്ന ശുക്രൻ ചിങ്ങം 29-ാം തീയതി വരയ്ക്കും ഈ കർക്കിടകക്കൂറിനുണ്ട്. അപ്പോൾ കർക്കിടകക്കൂറുകാർക്കുള്ള പരിഹാരമാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം.